കടിച്ചു കടിച്ചു ഇത് കത്തിരി. ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ കുറച്ച് രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വീഡിയോയുടെ അഭിപ്രായം മുഴുവൻ കണ്ടിട്ട് എന്താണെന്നൊക്കെ ഒന്ന് അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ റെയ്യോന് കിഴങ്ങ് പൊരിക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഇന്ന് ഉമ്മ ഉണ്ടാക്കിയ കിഴങ്ങാണെങ്കിലോ ഉമ്മ ഒന്നൊന്ന് പുറത്തേക്ക് പോകണമെന്ന് കരുതിയിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ രാവിലെ തന്നെ എല്ലാ ചോറും ഉമ്മ ഉപ്പേരിയൊക്കെ വെച്ച് റെഡിയാക്കിയിരുന്നു. അപ്പോൾ റെയ്യു ബേബിക്കുള്ള കിഴങ്ങും റെഡിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ കിഴങ്ങ് ഞാൻ എണീറ്റ് വന്നപ്പോൾ ഉമ്മ സിറ്റോട് തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മക്ക് പോകണം എന്നുള്ള പ്ലാനിലാണ് ഉമ്മ പണികളൊക്കെ വേഗം ഒരുക്കണം കേട്ടോ. അപ്പത്തിന് ഇതാ ഞാൻ അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ കിഴങ്ങ് ആകെ കരിഞ്ഞ് ആകെ കൂടി അതൊന്നിനും പറ്റാത്ത അവസ്ഥ ആയിക്കോണു കേട്ടോ. അപ്പം ഞാൻ വേഗം റെയ്യുവിൻ്റെ സ്കൂൾ ഒരു 9:30ക്കാണ് വണ്ടി വരിക കേട്ടോ. സ്കൂൾ 10 മണിക്കാണ് കൂടുകയെന്ന് തോന്നുന്നു കേട്ടോ. അതോ 9:45 അറിയില്ല. 9:30ക്ക് എന്തായാലും ഇവിടെ വണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം, അപ്പോൾ 8:30 ആയിട്ടുള്ള ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ വേഗം കിഴങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. എന്തായാലും കറിനെ എന്തായാലും ഇപ്പോൾ എനിക്ക് കൊടുത്തയക്കാൻ പറ്റൂല. പിന്നെ ഇപ്പോൾ പയറുപ്പേരി ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പയറുപ്പേരി ഒന്നും പിന്നെ കൊണ്ടുപോകില്ല കേട്ടോ. അപ്പം ഞാൻ വേഗം കിഴങ്ങ് എടുത്തിട്ട് നുറുക്കിയിട്ട് മസാല ഒക്കെ ആക്കി വെച്ചു കേട്ടോ. ഇന്നിപ്പോൾ എക്സാം മലയാളമാണ് കേട്ടോ. അപ്പോൾ സ്ലേറ്റും ഒരു പെൻസിലൊക്കെ എടുത്തിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എഴുതാൻ കേട്ടോ. ആൾക്കൊരു താല്പര്യമില്ല, പക്ഷെ നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് സ്ലേറ്റും പെൻസിലൊക്കെ ഞാൻ കൊടുത്തതാണ് കേട്ടോ. രാത്രി പഠിക്കും, മോനിക്ക് ഇഷ്ടമുള്ള ടൈമിൽ പഠിക്കും കേട്ടോ. അല്ലാതെ ഓവറായിട്ട് പഠിപ്പിക്കാനൊന്നിനും പറ്റൂല. നമുക്ക് കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കാനും പറ്റൂല. അങ്ങനത്തെ ഒരു ഐറ്റം സ്വഭാവമാണ് കേട്ടോ. എന്നാലും ഒരു വിധത്തിൽ പറഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാലുള്ളൂ ഞാൻ കിഴങ്ങ് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പ് ഇട്ടിട്ട് മെല്ലെ സ്ലേറ്റും പെൻസിലൊക്കെ കൊടുത്തേക്കാണ് കേട്ടോ. ഈ കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കിയാൽ ചെയ്തു ബേബിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവനക്ക് സ്നാക്സ് ആയിട്ട് ആപ്പിളാട്ടോ കൊടുക്കണത്. ആപ്പിളിൻ്റെ വില കേട്ടാലൊന്നും ആപ്പിൾ വാങ്ങൂല കേട്ടോ. പിന്നെ ചെയ്തു ബേബിക്കാണെങ്കിലോ റെയ്യു ബേബിക്കാണെങ്കിലോ ഇങ്ങനത്തെ ഫ്രൂട്ട്സ്, ഓറഞ്ച്, ആപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉമ്മമാരെ സോപ്പ് ഇട്ടാലുള്ളൂ ഇതൊക്കെ നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ ഉമ്മ റേഷൻ പീടികയിൽ പോയ ടൈമിൽ ആപ്പിൾ വേണമെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ 2 ആപ്പിൾ വാങ്ങിട്ടോ. ആപ്പിളിന് എന്താ പറയുക, ഇപ്പോൾ സ്വർണ്ണത്തിനേക്കാൾ അല്ല എന്താ പറയട്ടെ, ഇപ്പോൾ കൈ കത്തിയെടുക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് ഈച്ചശല്യം നല്ലോണം ഉണ്ട് കേട്ടോ. നമ്മൾ എത്രത്തോളം വൃത്തിയാക്കിയാലും ഇത് എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഉമ്മ ഈച്ചനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് പോലത്തെ ഉള്ളൊരു മരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മരുന്ന് അവിടെയൊക്കെ ഉമ്മ ആക്കി വെച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ഈച്ചയും ചത്തേക്കാണ് കേട്ടോ. അതപ്പം ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഫുള്ള് നമ്മളെ നിലത്ത് കൂടെ ആകെ ഒരു കറുപ്പ് സാധനം പോലെ തോന്നിയില്ലേ, അത് ഫുള്ള് ഈച്ചകളാണ് കേട്ടോ. ഉമ്മ ഒരു തലക്കുന്ന ഒരു തല വരെ ആ ലിക്വിഡ് എന്താ പറയുക ഒഴിച്ചപ്പോൾ വേഗം ഈച്ചകൾ ചാവുണ്ട് കേട്ടോ. നമ്മൾ വൃത്തിയില്ലാണ്ടൊന്നല്ല കേട്ടോ. അപ്പോൾ നമ്മളെ പാടത്തെ വീട്ടിൽ എങ്ങനെ കഴിയുന്നതാണ്. അപ്പുറപ്പുറമൊക്കെ ചക്കയും മാങ്ങയും പാടം ഒക്കെ ആയിരുന്നു. അവിടെ ഒന്നും യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ അപ്പുറത്തെ വീട്ടുകാർക്കൊക്കെ കണ്ടിട്ട് ഈച്ച. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ അടിച്ചോറിലൊക്കെ അതിന് വൃത്തിയാക്കിട്ടോ. പിന്നെ ഉമ്മ മീൻ നന്നാക്കണ്ട, നാളെ അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് മീൻ നന്നാക്കാന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഉമ്മ പോണില്ലാന്ന് വെച്ചപ്പോൾ പിന്നെ ഉമ്മ മീൻ നന്നാക്കിട്ടോ. നല്ല മത്തിമീനാണ് കേട്ടോ, നല്ല മീനാണ്. അപ്പോൾ ഉമ്മ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ വൃത്തി കൂടുതലാണ് കുറവുണ്ട് എന്ന് ആരും പറയില്ല കേട്ടോ. ഇതുപോലെ പനോയിലും കണ്ട് എല്ലാവരും നമ്മൾ ഒഴിച്ചിട്ടാണ് തുടക്കൽ. നമ്മളെ വായിൽ നിന്ന് എന്താ പറയണത് അത് ഷേസു ബേബി പഠിച്ചു വെക്കും കേട്ടോ. അതിപ്പോൾ വല്ലാത്തൊരു പ്രശ്നമായി.
ഇപ്പം ഞാൻ റയ്യാനോട് എന്തെങ്കിലും ചൂടായിട്ട് സംസാരിച്ചാൽ അല്ലെങ്കിൽ ഞാൻ റയ്യാനോട് എന്തെങ്കിലും പറഞ്ഞാൽ ആളത് നേരെ അത് പകർത്തിയെടുക്കും കേട്ടോ. ഇപ്പോൾ റയ്യാന് പറഞ്ഞിരുന്ന കാര്യമായിരുന്നു ഇജാരാന്ന് കേട്ടോ. ഇപ്പോൾ റയ്യാൻ്റെ പറച്ചിൽ നിർത്തിയപ്പോൾ അതാ ഷേസ് ബേബിയാണ് കേട്ടോ ഇജാര എന്ത് പറഞ്ഞാലും ഇജാരാന്ന് പറച്ചിൽ തന്നെ കേട്ടോ പണി. അങ്ങനെ നമുക്കൊന്ന് കുറച്ചധികം തിരുമ്പാണ്ടായിരുന്നു. അപ്പോൾ വണ്ടി തിരുമ്പാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. കടിച്ചു ഇല്ലേ കടിച്ചെന്ന് പറഞ്ഞു ചെയ്താൽ അങ്ങനെ നമ്മളെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇന്ന് എന്തായാലും എൻ്റെ കുളി നേരത്തെ കഴിഞ്ഞിട്ടോ. ഉമ്മ നേരത്തെ എണീറ്റിക്കണു ഇന്ന്. അപ്പോൾ ഉമ്മയുടെ പണിയൊക്കെ രാവിലെ തന്നെ ഉമ്മ ചോറുണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ പോവാതിരുന്നതാന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് പിന്നെ ഉമ്മയുടെ പണി നേരത്തെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ കുളിക്കാൻ വേണ്ടി നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഞാൻ 5 മിനിറ്റ് പറഞ്ഞിട്ട് ഞാൻ വേഗം കുളിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഒരു മണിയൊക്കെ ആയപ്പോൾ എൻ്റെ കുളി ഒക്കെ കഴിഞ്ഞു. പിന്നെ നിസ്കാരം കഴിഞ്ഞപ്പോൾ 1:15 പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ചോറെടുത്തിട്ട് വിളമ്പി. നല്ല മുരിങ്ങൻ്റെ ഇല കറി ഉണ്ടായിരുന്നു. പിന്നെ നല്ല മത്തിമീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്. ഉമ്മ പറഞ്ഞ പോലെ തന്നെ മത്തിമീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ഇതാ ഉച്ചക്ക് ഒന്ന് കടന്നുറങ്ങിയിട്ട് കുറച്ച് നേരം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈടായിട്ട് ഉച്ചക്കും ഉറക്കമില്ല, രാവിലെ ഉറക്കമില്ല, രാത്രിയൊന്നും ഉറക്കമില്ലാത്തൊരു പാടാണ് കേട്ടോ. എന്താണെന്ന് എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല കേട്ടോ. എനിക്ക് തന്നെ അറിയില്ല എന്താ ഉറക്കമില്ലാത്ത പ്രശ്നമെന്ന് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇന്ന് കുറച്ച് നേരം ഉച്ചക്കൊന്ന് ഉറങ്ങിയിട്ട് എണീറ്റു കേട്ടോ. ഉറങ്ങിയാൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഇന്ന് പാൽ ചായ ഒന്നും ഇല്ല കേട്ടോ. ഇന്ന് കട്ടൻ ചായയാണ് കേട്ടോ. എന്തായാലും കട്ടൻ ചായക്ക് കട്ടൻ ചായൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കട്ടൻ ചായ കുടിക്കുമ്പോൾ വേറൊരു ഫീലാണ്, പാൽ ചായ കുടിക്കുമ്പോൾ വേറൊരു ഫീലാണ് കേട്ടോ. അങ്ങനെ ഉമ്മ ഇന്നലെ കൊടുന്ന കുറച്ച് ബേക്കറി ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബേക്കറി ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല മുറുക്കും ബിസ്ക്കറ്റും കേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചായ കുടിക്കണ കണ്ടപ്പോൾ ഷേസ് ബേബി ഇതാ വേഗം എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. പിന്നെ നമ്മളെന്താ കഴിക്കണമെങ്കിൽ അത് ഓനിക്കും വേണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാനങ്ങനെ മടിയൊക്കെ വെച്ചിട്ട് ഓനിക്കും കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ അമൃതം പൊടിയും കയ്യിലും കോറയൊക്കെ കയ്യിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് പഴം ഉണ്ടായിരുന്നു. അപ്പോൾ പഴം ഞാൻ എടുത്തിട്ട് പീങ്ങിയിട്ട് ഞാനിപ്പോഴും അതിൻ്റെ ഉള്ളിലത്തെ കറുപ്പ് സാധനം ഇല്ലേ അത് കളഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ കൊടുക്കൽ. ഉമ്മ പറയും അത് കളയൊന്നും വേണ്ട, അപ്പം അങ്ങനെ കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല എന്ന് ഉമ്മ പറയും കേട്ടോ. പക്ഷെ ഞാനത് കറുപ്പ് സാധനം കളഞ്ഞിട്ട് തന്നെ കേട്ടോ കൊടുക്കൽ. കാരണം നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ മുതലേ ഷേസ് ബേബി കൊടുക്കുമ്പോൾ അത് കളഞ്ഞിട്ടാണ് കൊടുക്കൽ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാനങ്ങനെ കളഞ്ഞിട്ട് തന്നെ കൊടുക്കും കേട്ടോ. അങ്ങനെ ഷേസ് ബേബിക്ക് പഴമൊക്കെ കൊടുത്തിട്ട് നമ്മളെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ റൈ ബേബിക്ക് വന്നിട്ട് ഉമ്മയായിട്ടൊന്ന് കുളിപ്പിച്ചലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പഴമൊക്കെ കഴിച്ചു കേട്ടോ. എന്താ നമുക്ക് കുറച്ച് പാത്രങ്ങൾ വൈകുന്നേരമായ പിന്നെ പാത്രങ്ങൾ എൻ്റെ വക കുറച്ച് കൂടുതൽ പരന്നിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഇല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് നല്ല ചീത്ത പതിവാണ് കേട്ടോ. പിന്നെ നമ്മൾ പാൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക്